ഒരു 18 വിമാനങ്ങൾ ഒരു സ്ക്വാഡ്രനാണ്. അപ്പോൾ 48 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3 സ്ക്വാഡ്രനോളം എയർഫോഴ്സ് സ്ക്വാഡ്രനുകൾ റഷ്യക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശകലം വ്യത്യാസം വരും കണക്കിൽ. ഏതായാലും അത്ര ഭീകരമായ നഷ്ടം റഷ്യക്കുണ്ടായിരിക്കുന്നു. പക്ഷേ നോക്കൂ, ഇത്തരം വിമാനം ഇപ്പം തുപ്പലേവ്, ബെറിയേവ് തുടങ്ങിയ വിമാനങ്ങളുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പകരം വിമാനം മേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ പോയി ഓടിപ്പോയി ഷോറൂമിൽ നിന്ന് മേടിക്കുന്നതല്ല വിമാനം. ഇത്രയും വിമാനങ്ങൾ ഒറ്റയടിക്ക് 41 യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ 41 വിമാനങ്ങൾ എവിടെ നിന്ന് കിട്ടും? പ്രത്യേകിച്ച് ഈ പഴയ വിമാനങ്ങൾ ഇപ്പോൾ പ്രൊഡക്ഷനുമില്ല. അപ്പോൾ റഷ്യക്കുണ്ടായിരിക്കുന്ന നഷ്ടം അപരിഹാര്യമായ, പരിഹരിക്കാൻ കഴിയാത്ത നഷ്ടമാണ്. ഇപ്പോൾ അമേരിക്ക, റഷ്യ, ചൈന എന്ന തരത്തിൽ 3 വൻശക്തികളെ പറയുന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ആക്രമണം കൊണ്ട് അമേരിക്ക, ചൈന, പിന്നെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളുടെ താഴത്തേക്ക് റഷ്യ പോയിരിക്കുന്നു. റഷ്യയെ സംബന്ധിച്ച് ഇനി അത്ര പെട്ടെന്ന് വ്യോമസേനയുടെ കരുത്തിൽ റഷ്യക്ക് തിരിച്ചു വരാൻ കഴിയില്ല. റഷ്യക്ക് വലിയ ആർമിയുണ്ട്, വലിയ നാവികസേനയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ എന്തു ചെയ്യും? വിമാനങ്ങളില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് റഷ്യക്ക് കിട്ടിയിട്ടുള്ള, റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരം കിട്ടി തല പൊന്തിക്കാനാവാതെ നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.